പ്രിയമുള്ളവരെ, നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന പുസ്തകത്തിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റാണ്. അത് ക്രാഷായിട്ടാണ് പറയുന്നത്. കാരണം നമുക്ക് ഇനി പരീക്ഷയ്ക്ക് 2-3 ദിവസമുള്ളൂ. അതുകൊണ്ട് ഓരോ സൈഡ് ഹെഡിങ്ങിൻ്റെ ഇടയിലെയും പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഒരു ക്രാഷ് രൂപത്തിലാണ് പോകുന്നത്. ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞ ബ്ലോക്ക് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ഹിസ്റ്റോറിക്കൽ ടൂറിസം. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് വാട്ട് ഈസ് ദ ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്നുള്ളതാണ്. അതിൽ നമുക്ക് പ്രധാനമായിട്ട് 3 സൈഡ് ഹെഡിങ്ങുകളാണ് പഠിക്കാനുള്ളത്. ഒന്ന്, ടൂറിസത്തിൻ്റെ ഒരു ആമുഖം. രണ്ടാമത്തത് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്നാൽ എന്താണെന്നുള്ളതും. പിന്നെ അതിൽ കുറച്ച് ഇനങ്ങൾ പറയുന്നുണ്ട്, ടൈപ്പ് ഓഫ് ടൂറിസങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഈ ടൂറിസത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ ടൂറിസം ആൻഡ് ഇക്കോണമി ഇമ്പാക്റ്റ്, അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായ ഇമ്പാക്റ്റുകൾ, ഇങ്ങനെ ഒരു 3 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്കത് വിശദീകരിക്കാം. ടൂറിസത്തിന് ഒരു ആമുഖം എന്ന ഭാഗത്ത് നമുക്ക് പ്രധാനമായിട്ട് 3 കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. എന്താണ് ടൂറിസം എന്നുള്ളതും, ടൂറിസത്തിൻ്റെ ഉത്ഭവം എന്താണെന്നുള്ളതും, ഗ്രാൻഡ് ടൂറിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അപ്പോൾ എന്താണ് ടൂറിസം? ടൂറിസം എന്ന് പറഞ്ഞാൽ ജോലി ആവശ്യാർത്ഥോ അല്ലെങ്കിൽ വ്യക്തിപരമായ ആവശ്യാർത്ഥോ ഒരു സ്ഥലത്ത് നിന്നോ മറ്റൊരു രാജ്യത്തേക്കോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കോ പോകുന്ന സാമ്പത്തികവും സാമൂഹികമായ ഒരു പ്രതിഭാസത്തിനാണ് ടൂറിസം എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. വളരെ സിമ്പിളായ സാധനമാണ്. ജോലി ആവശ്യാർത്ഥോ മറ്റു വ്യക്തിപരമായ ആവശ്യത്തെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവാം. അത് ചിലപ്പോൾ സാമ്പത്തിക ആവാം, കാരണങ്ങൾ സാംസ്കാരികമായ സാമൂഹികപരമായ എന്തോ ആവാം. ഇങ്ങനെ ഒരു കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനാണ് ടൂറിസം എന്ന് പറയുന്നത്. രണ്ടാമത്തെ, അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് 17ാം നൂറ്റാണ്ടിൽ പടിഞ്ഞാറൻ യൂറോപ്പിലാണ് ഈ ടൂറിസത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. അതായത് 17ാം നൂറ്റാണ്ടിൽ പടിഞ്ഞാറൻ യൂറോപ്പിലാണ് ടൂറിസത്തിൻ്റെ ഉത്ഭവം. മൂന്നാമത്തത് ഗ്രാൻഡ് ടൂറിസം. ഗ്രാൻഡ് ടൂറിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ 17ാം നൂറ്റാണ്ട് മുതൽ 19ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്തിൽ വരെ യൂറോപ്പിലെ പ്രഭുക്കന്മാരും ഈ ഉയർന്ന തസ്തികയിലുള്ള പ്രഭുക്കന്മാരും അവരുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ യാത്രകൾ, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും യാത്ര പോയിരുന്നു. ഇതിനാണ് ഗ്രാൻഡ് ടൂറിസം എന്ന് പറയുന്നത്. അതായത് 17ാം നൂറ്റാണ്ട് മുതൽ 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെയുള്ള കാലഘട്ടത്തിൽ യൂറോപ്പിലെ പ്രഭുക്കന്മാർ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാംസ്കാരികപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ യാത്ര പോയതിനാണ് ഗ്രാൻഡ് ടൂറിസം എന്ന് പറയുന്നത്. അടുത്തൊരു സബ് ഹെഡിങ് ആണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം. ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന അതിലൊരു കാര്യം നമുക്ക് പഠിക്കാനുള്ളൂ. ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്താണെന്നുള്ളത് മാത്രം പഠിക്കാനുള്ളൂ. അതായത് നമ്മൾ കാഴ്ചകൾ കാണാൻ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ മ്യൂസിയങ്ങളൊക്കെ സന്ദർശിക്കുന്നതിലൂടെ ആ സ്ഥലത്തിൻ്റെ ചരിത്രവും പൈതൃകവും അവിടെ പാരമ്പര്യമൊക്കെ മനസ്സിലാക്കുന്നതിനാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം. അതായത് ഒരു സ്ഥലത്ത് പോയിട്ട് ആ സ്ഥലങ്ങളൊക്കെ നിരീക്ഷിച്ച് അവിടുത്തെ മ്യൂസിയങ്ങളൊക്കെ സന്ദർശിച്ച് ആ സ്ഥലത്തിൻ്റെ ചരിത്രവും പൈതൃകവും മനസ്സിലാക്കുന്നതിനാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ സാധനമാണ്. അടുത്തതായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ടൂറിസത്തിൻ്റെ ഇനങ്ങളാണ്. പ്രധാനമായിട്ട് നാലെണ്ണം ഉള്ളത്. അതായത് ഒന്ന് അന്താരാഷ്ട്ര ടൂറിസം, മറ്റൊന്ന് ആഭ്യന്തര ടൂറിസം, 3, 4 ഡിസ്റ്റൻസ് ടൂറിസത്തിലെ ലോങ് ഡിസ്റ്റൻസും ഷോർട്ട് ഡിസ്റ്റൻസും. ഇങ്ങനെ 4 ഇനങ്ങളാണ് പ്രാഥമികമായിട്ടുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് പറയാം. അന്താരാഷ്ട്ര ടൂറിസം എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ടൂറിസം, അതായത് രാജ്യത്തിൻ്റെ അതിർത്തി കടന്നു പോയിട്ട് മറ്റു കറൻസികൾ ഉപയോഗിച്ച് മറ്റു ഇതര ഭാഷകളൊക്കെ സംസാരിച്ച്, അതായത് മറ്റു രാജ്യത്ത് പോയിട്ട് അവിടുത്തെ എക്യുപ്മെൻസൊക്കെ ഉപയോഗിച്ച് അവിടെയൊക്കെ യാത്ര ചെയ്യുന്നതിനാണ് അന്താരാഷ്ട്ര ടൂറിസം എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതായത് നമ്മുടെ താമസിക്കുന്ന രാജ്യത്തിൻ്റെ അതിർത്തി കടന്നു പോയിട്ട് മറ്റു രാജ്യങ്ങളുടെ കറൻസിയും അവിടുത്തെ ഭാഷയൊക്കെ ഉപയോഗിച്ച് അവിടെ യാത്ര ചെയ്യുന്നതിനാണ് അന്താരാഷ്ട്ര ടൂറിസം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ആഭ്യന്തര ടൂറിസം. ആഭ്യന്തര ടൂറിസം സ്വന്തം രാജ്യത്തിനകത്ത് പാസ്പോർട്ടുകളൊന്നും ഇല്ലാതെ മറ്റു രാജ്യത്തിൻ്റെ കറൻസികളും വിസയും ഒന്നും ഉപയോഗിക്കാതെ സ്വന്തം രാജ്യത്ത് യാത്ര നടത്തുന്നതിനാണ് ആഭ്യന്തര ടൂറിസം എന്ന് പറയുന്നത്. പിന്നെ ടൂറിസം ലോങ് ഡിസ്റ്റൻസ്, ഷോർട്ട് ഡിസ്റ്റൻസ് ഉണ്ട്. ഈ ലോങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3000 കിലോമീറ്ററിന് അപ്പുറത്തേക്ക്, സ്വന്തം നാട്ടിൽ നിന്ന് 3000 കിലോമീറ്ററിൻ്റെ അപ്പുറത്തേക്കുള്ള യാത്രകൾക്കാണ്
ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും 3000 കിലോമീറ്ററുകൾ താഴെ ഉള്ള ദൂരം യാത്ര ചെയ്യുന്നതിനാണ് ഷോർട്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു വിവിധ തരം ടൂറിസങ്ങളെ കുറിച്ചായിരുന്നു. ഇനി മറ്റൊരു തലത്തിലുള്ള ഈ ടൂറിസങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ വിനോദസഞ്ചാരം. അതായത് നമ്മളെ ഒഴിവ് സമയം നമ്മൾ വിശ്രമത്തിനും വിനോദത്തിനും ആസ്വാദനത്തിനും വേണ്ടിയിട്ട് പല സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്യുമല്ലോ. പാർക്കുകളിൽ പോകും, പിന്നെ ബീച്ചുകളിൽ പോകും, പിന്നെ അങ്ങനെ പല സ്ഥലങ്ങളിൽ പോകും. പിന്നെ ഷിംല, ഡാർജിലിംഗ്, ഊട്ടി, കുളുമണാലി, കാശ്മീർ, അങ്ങനെ പല സ്ഥലങ്ങളൊക്കെ വിനോദസഞ്ചാരമായിട്ട് നമ്മൾ പോകുമല്ലോ, ഒരു വിനോദത്തിനായിട്ട്. ഇതാണ് വിനോദസഞ്ചാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സാംസ്കാരിക ടൂറിസം. അതായത് നമ്മുടെ സാംസ്കാരിക ടൂറിസം അത് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു രാജ്യത്തിലെ സംസ്കാരം, അവിടുത്തെ ജീവിത രീതി, അവിടുത്തെ ചരിത്രം, അവിടുത്തെ കലകൾ, അവിടുത്തെ കരകൗശല വസ്തുക്കൾ, മതം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സാംസ്കാരിക ടൂറിസത്തിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് മതപരമായിട്ടുള്ള ടൂറിസം. ഇപ്പോൾ നമ്മൾ ആത്മീയ യാത്രകളൊക്കെ നടത്തുമല്ലോ. ഇപ്പോൾ വാരാണസിയിൽ പോകും, പിന്നെ സിഖ് മതവിശ്വാസികളാണെങ്കിൽ അവരുടെ സുവർണക്ഷേത്രത്തിൽ പോകും, ശബരിമലയിൽ പോകും, മുസ്ലിങ്ങളാണെങ്കിൽ ഹജ്ജിന് ഉംറക്ക് പോകും, മറ്റ് സിയാറത്ത് കേന്ദ്രങ്ങളിൽ പോകും. ഇതൊക്കെയാണ് ആത്മീയ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള യാത്ര. പിന്നെ വന്യജീവി ടൂറിസം. ഇന്ത്യൻ വൈൽഡ് ലൈഫ് പോളിസി പ്രകാരം വന്യജീവികളെ അവരെ വേട്ടയാടുന്ന നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവയെ കാണണമെങ്കിൽ നമ്മളെന്താവണം, ഈ വന്യജീവി സങ്കേതങ്ങളിലൊക്കെ പോകണം. അപ്പോൾ ആ ടൂറിസത്തിന് കരടീനെ കാണെങ്കിൽ, ചെന്നായകളെ കാണണമെങ്കിൽ, കുറുനരികളെ ആണെങ്കിൽ, അങ്ങനെ കിങ് കോബ്ര, അങ്ങനെ വലിയ വന്യജീവികളായ അവയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മലകളിലും അങ്ങനെയൊക്കെ പോകുന്നതിനാണ് വൈൽഡ് ലൈഫ് ടൂറിസം, അതായത് വന്യജീവി ടൂറിസം എന്ന് പറയുന്നത്. പിന്നെ സാഹസിക യാത്ര നമുക്കറിയാലോ, ബുദ്ധിമുട്ടുകൾ, അപകടം പിടിച്ച യാത്രകളാണ് ഈ സാഹസിക യാത്രകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ നമുക്ക് 2 തരമായിട്ട് തിരിക്കാം. ഒന്ന് കഠിനമായ സാഹസികതയും മറ്റൊന്ന് മൃദുലമായിട്ടുള്ള സാഹസികതയും. കഠിനമായ സാഹസികത പറഞ്ഞാൽ അതിന് നല്ല എക്സ്പീരിയൻസ് വേണം, ട്രെയിനിങ് വേണം, പിന്നെ നല്ല കഴിവ് വേണം, ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും അതിന് ഫിറ്റായിരിക്കണം. ഇങ്ങനെ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സ്കൂബ ഡൈവിങ് പോലെ, പിന്നെ വലിയ മലകൾ, ഹിമാലയം പോലുള്ള മലകൾ കയറുക, അങ്ങനത്തെ ഇതൊക്കെയാണ് സാഹസികമായിട്ടുള്ളത്, ഹാർഡായിട്ടുള്ള കഠിനമായിട്ടുള്ള സാഹസികത. ഇനി മൃദുലമായിട്ടുള്ള സാഹസികത പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ഇതിൻ്റെ പരിശീലനങ്ങളൊന്നും ആവശ്യമില്ല. നമ്മൾ ചെറിയ മലകളൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് കയറുമല്ലോ, മലകൾ കയറുക, മരം കയറുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സാഹസികത്തിലെ മൃദുലമായിട്ടുള്ള സാഹസികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തതാണ് 6ാമത്തതാണ് പ്രകൃതി ടൂറിസം. പ്രകൃതി ടൂറിസം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പോകുന്ന സൈലൻറ്റ് വാലിയിലേക്ക് പോകുന്ന ടൂറിസം, ഇതൊക്കെ അതിൽ പെട്ടതാണ്. പിന്നെ അടുത്തത് സസ്റ്റൈനബിൾ ടൂറിസം, അതായത് സുസ്ഥിര ടൂറിസം എന്നത്. അത് UN പ്രത്യേകം നമ്മളെ പരിസ്ഥിതിയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ അവിടുത്തെ ആളുകളെ ബഹുമാനിക്കുക, അവിടുത്തെ സംസ്കാരത്തെ ബഹുമാനിക്കുക, അവിടുത്തെ ജീവിത രീതികളൊക്കെ ബഹുമാനിക്കുക എന്നീ കാര്യങ്ങളൊക്കെ ഉൾച്ചേർത്തുകൊണ്ട് രൂപപ്പെട്ട ഒരു ടൂറിസമാണ് സസ്റ്റൈനബിൾ ടൂറിസം, അതായത് സുസ്ഥിര ടൂറിസം എന്നത്. മറ്റൊന്നത് മെഡിക്കൽ ടൂറിസം. നമുക്ക് വളരെ സിമ്പിളായ സാധനമാണ് മെഡിക്കൽ ടൂറിസം എന്നാൽ നമ്മുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകല്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാകും. കാരണം എന്താണ്, നമ്മൾ കോട്ടക്കൽ ആയുർവേദശാലയിലേക്ക് വിദേശത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വരുന്നു. അതൊക്കെ എന്താണ്, ചികിത്സയ്ക്ക് വരുന്നു. അതാണ് മെഡിക്കൽ ടൂറിസം. ഇങ്ങനെ 8 രീതിയിലാണ് ടൂറിസം ഉള്ളത്. ഒന്ന് വിനോദസഞ്ചാരം, മറ്റൊന്ന് സാംസ്കാരിക ടൂറിസം, ആത്മീയ മതപരമായിട്ടുള്ള യാത്രകൾ, വന്യജീവി ടൂറിസം, സാഹസിക യാത്ര, അതിൽ 2 ഉണ്ട്. പിന്നെ ഒന്ന് പ്രകൃതി ടൂറിസം, സുസ്ഥിര ടൂറിസം, മെഡിക്കൽ ടൂറിസം. ഇങ്ങനെ 8 തരത്തിലാണുള്ളത്. അടുത്തൊരു ഭാഗം നമുക്ക് പറയാനുള്ളത് ടൂറിസത്തിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ്. ടൂറിസം എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ ഒരു ടൂറിസം കൊണ്ട് ആ നാടിന് ഉണ്ടാക്കുന്നത്. ഒന്ന് സാമ്പത്തിക പ്രത്യാഘാതം.
പ്രത്യാഘാതം പറഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം. അതായത് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിലൂടെ ഒരുപാട് സമ്പത്ത് വ്യവസ്ഥ പുഷ്ടിപ്പെടുത്തുന്നുണ്ട്. പ്രധാനമായിട്ട് എന്താണ്, യാത്രയിലൂടെ ട്രാൻസ്പോർട്ടേഷൻ വഴി, ഫുഡ് വഴി, ടിക്കറ്റ് വഴി, ഗൈഡിങ് വഴി, പിന്നെ ബോട്ടിങ്, അങ്ങനെ ട്രക്കിംഗ് ഒക്കെ കൊണ്ട്, സൈറ്റ് മാനേജ്മെൻറ്റ്, ഈ കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് സമ്പത്ത് അവിടെ കുന്നുകൂടുന്നു. അത് വലിയൊരു ഇതാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതിലൂടെ സാമ്പത്തികാവസ്ഥ വളരെ മെച്ചപ്പെട്ട രീതിയിലാവുന്നു. പിന്നെ പോസിറ്റീവായിട്ടുള്ള പ്രത്യാഘാതം, അതായത് പ്രധാനമായിട്ട് തന്നെ സമ്പത്ത് വ്യവസ്ഥ തന്നെയാണ് പറയാനുള്ളത്. പിന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഒരു സ്ഥലത്ത് ടൂറിസത്തിന് പ്ലേസ് ഉണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും അവിടുത്തെ റോഡുകൾ നന്നാവും. അവിടുത്തെ മറ്റു ചുറ്റുപാടുകളൊക്കെ ഗവൺമെൻറ് അതിന് നല്ല അടിസ്ഥാന ഫണ്ട് ഇറക്കിയിട്ട് ഗവൺമെൻറ് പല വികസന പ്രവർത്തനങ്ങൾ അവിടെ കൊണ്ടുവരും. അങ്ങനെ അടിസ്ഥാന സൗകര്യം വികസിക്കും. പിന്നെ പ്രാദേശികമായിട്ട് അവിടെ ഒരു സാമ്പത്തിക വളർച്ചയുണ്ടാവും. എന്നീ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള പ്രത്യാഘാതം. പിന്നെ നിഷേധാത്മക പ്രത്യാഘാതം, നെഗറ്റീവായിട്ട് ബാധിക്കുക എന്നുള്ളത് കാലാവസ്ഥ. ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ കാലാവസ്ഥ കൊണ്ട്, ഇപ്പോൾ വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ അവിടെ മഴക്കാലത്ത് മാത്രമേ അവിടെ അവർക്ക് എന്താ ഉണ്ടാവുള്ളൂ, വരുമാനമുള്ളൂ. ഓഫ് സീസണിൽ അവർക്ക് വരുമാനം ഉണ്ടാവില്ല. അതൊരു നെഗറ്റീവായ കാര്യമാണ്. പിന്നെ ഈ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ ലോ ക്വാളിറ്റിയിൽ സാധനങ്ങൾ, ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളൊക്കെ വിൽക്കപ്പെടുമെന്നുള്ളതൊരു നെഗറ്റീവ് വശമാണ്. പിന്നെ ഈ ടൂറിസത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ഏറ്റെടുക്കും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തെ ചെറുകിട വ്യവസായികൾക്ക്, ചെറുകിട കച്ചവടക്കാർക്കൊക്കെ അതൊരു നഷ്ടമായിട്ട് മാറും. ഇതൊക്കെ അതിൻ്റെ ഒരു നെഗറ്റീവാണ്. ഇത്രയും പ്രധാനമായിട്ടുള്ള. പിന്നെ ടൂറിസത്തിൻ്റെ വികസനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ഥലത്തെ വികസനങ്ങൾ വരുമ്പോൾ അവിടുത്തെ തദ്ദേശവാസികളെ നമ്മളവിടുന്ന് കുടിയൊഴിപ്പിക്കേണ്ടി വരും. ഇത്രയും നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. വളരെ ഷോർട്ടായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.